ഞങ്ങളിപ്പോൾ മൂന്നാറാണുള്ളത്. മൂന്നാർ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് കുറവുള്ള ഒരു സ്ഥലമാണിത്. ആ ഒരു സ്പോട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മൂന്നാർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ട് നിങ്ങൾ മിസ് ചെയ്യരുത്. വെറും 100 രൂപ മാത്രമേ ഉള്ളൂ എൻട്രി പാസ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂറിൽ കൂടുതൽ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത്രയും കാഴ്ചകളും കുട്ടികൾക്ക് കാണാനുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് കുറേ ഗാർഡനാണുള്ളത്, പിന്നെ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രി ടൈമായിരുന്നു ഞങ്ങളിവിടെ വന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ ഫുൾ ആ ലൈറ്റിൻ്റെ ഭംഗിയൊക്കെ ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ രാത്രിയിലാണ് വരുന്നതെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു ഭാഗം. പിന്നെ പകൽ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ഉച്ച സമയത്ത് കഴിയുന്നതും വരാതിരിക്കാൻ വേണ്ടി നോക്കണം. ഉച്ച സമയത്ത് നല്ല വെയിലായിരിക്കും. അപ്പോൾ ശരിക്കും നമുക്ക് ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ആസ്വദിക്കണമെങ്കിൽ അത് രാത്രിയിൽ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമുള്ള സമയമായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞങ്ങളിവിടെ വന്ന സമയത്ത് മൂന്നാറിന്ന് ലൈറ്റ് കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഫുള്ള് സ്റ്റെപ്പാണ്. ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെയാണ് ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നത്. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കാൻ പറ്റി. പിന്നെ ഫുള്ള് ഗാർഡനാണ്. വളരെ ഭംഗിയായിട്ടാണ് ആ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇല്ലാത്ത ഫ്ലവേഴ്സ് തന്നെ ഇല്ല. നമുക്കറിയാത്ത പല ഫ്ലവേഴ്സും, പേരറിയാത്ത ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. അതൊക്കെ ഒരുപാട് നമുക്ക് ആസ്വദിച്ചിട്ട് ഇതുവഴി പോകാൻ പറ്റും. ഗാർഡൻ്റെതൊക്കെ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇതിൽ വീഡിയോ എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഗാർഡൻ മാത്രം ഫുള്ളായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബോറടിക്കും. അപ്പോൾ ഗാർഡനൊക്കെ നമ്മൾ കണ്ട് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കിവിടെ കുറേ മൂവീസ്, ഡിജിറ്റൽ മൂവീസ് കാണുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അലാവുദ്ദീനും അത്ഭുത വിളക്കും അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളൊക്കെയാണ് അവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. അതും ഭയങ്കര അട്രാക്റ്റീവാണ് കേട്ടോ. അപ്പോൾ മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ 100 രൂപയ്ക്കുള്ള ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ആരും ഇത് മിസ് ചെയ്യേണ്ട. മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനും ഒരുപാട് സ്ഥലത്ത് എൻജോയ് ചെയ്യാനുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും മിസ് ചെയ്യാണ്ട് നിങ്ങൾ അത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ നമുക്കിത് ഇവിടെയുള്ള ഈ ഗാർഡൻ നമുക്ക് സെയിലിന് അവർ വെച്ചിട്ടുള്ളതാണ്. ഇഷ്ടമുള്ള ചെടികളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാം. പിന്നെ ഒരുപാട് കരകൗശലമായിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളുണ്ട് ഇവിടെ. മുള അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസുകളൊക്കെ. അപ്പോൾ അത് നമുക്ക് അവിടുന്ന് വാങ്ങിക്കാനും പറ്റും. പ്രൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈസ് ഉണ്ട് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഞാനെന്തായാലും അവിടുന്ന് ചെടികളൊന്നും വാങ്ങിയിട്ടില്ല. ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഇവരുടെ ലൈറ്റ്സ് ആണ് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ലൈറ്റുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചെടികളും, പിന്നെ കുട്ടികൾക്കും നമ്മൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ള മൂവീസ്, അതൊക്കെയാണ് ശരിക്കും ഇവിടെ വന്നാൽ നമുക്ക് ആസ്വദിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതാണ് ആ സ്പോട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പുറത്തുനിന്ന് തന്നെ ഏകദേശം അത് കാണാൻ പറ്റും. നമ്മളതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമ്മളാകെ ശരിക്കും നമ്മൾ ആ ഒരു ലോകത്തേക്ക് എത്തിപ്പെട്ട ഒരു ഫീലാണ് നമുക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ ഞാൻ കുറച്ച് മാത്രം ഇതിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. കാരണം അതിന് സൗണ്ടിന് കോപ്പിറൈറ്റ് വല്ലതും വരുമോ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സൗണ്ട് മ്യൂട്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ വളരെ രസമാണ് കേട്ടോ. നമ്മളതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് കഴിയുമ്പോഴോ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു തോന്നലായിരിക്കും. അപ്പോൾ അത്രയും നല്ല രീതിയിൽ ഞങ്ങളിത് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മൂന്നാർ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യാതെ എൻജോയ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.